നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ, ഞാൻ ആരാണ് എന്ന്. ഈയൊരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടാൻ നമുക്കിന്ന് 8-ാം നൂറ്റാണ്ടിലേക്കൊന്ന് യാത്ര പോകാം. അവിടെ ഒരു പുരാതന ഗ്രന്ഥം നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോ ഈ ഗ്രന്ഥത്തിന്റെ പേരാണ് വാക്യവൃത്തി. ശ്രീ ശങ്കരാചാര്യരുടേതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ്. വെറുമൊരു സംഭാഷണമല്ല, ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനുള്ള വഴിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതിന്റെ ആ ഒരു കാതലായ ഭാഗത്തേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് സംഭാഷണം തുടങ്ങാം. ആദ്യം തന്നെ ശിഷ്യൻ ഗുരുവിനോട് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് വെറുമൊരു ശിഷ്യന്റെ ചോദ്യമായി കാണണ്ട, ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളൊരു ചോദ്യം കൂടിയാണിത്. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: 3 തരം ദുഃഖങ്ങളാകുന്ന സൂര്യന്റെ ചൂടേറ്റ് ഞാൻ പൊള്ളുകയാണ്. ഈ ജനന-മരണ ചക്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്കെങ്ങനെ മോചനം നേടാനാകും? കേട്ടില്ലേ, വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണിത്. ഇതൊരു സാധാരണ സംശയമല്ല, ശാശ്വതമായ സമാധാനത്തിനായുള്ള ഒരു തീവ്രമായ അന്വേഷണമാണ്. ഇങ്ങനെയൊരു ചോദ്യത്തിന് എന്തായിരിക്കും ഗുരു മറുപടി കൊടുക്കുക? ഒരു വലിയ പ്രഭാഷണമൊന്നുമല്ല, പകരം വളരെ ചെറുതും എന്നാൽ അതിശക്തവും കുറച്ചൊക്കെ നിഗൂഢവുമായ ഒരൊറ്റ വാക്യമാണ് ഗുരുവിന്റെ മറുപടി. ഗുരുവിന്റെ മറുപടി ഇതാണ്: നീ അതാകുന്നു എന്നിങ്ങനെയുള്ള വേദവാക്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരറിവുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആത്മാവും ഈ പ്രപഞ്ചത്തിന്റെ ആകെ ആത്മാവും ഒന്നാണ് എന്നറിവ്. ആ അറിവാണ് മോക്ഷത്തിലേക്കുള്ള വഴി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്നറിയാമോ? നീ അതാകുന്നു എന്ന പ്രയോഗം തന്നെ. ഇതു കേട്ടതും ശിഷ്യനാകെ കൺഫ്യൂഷനിലായി. സ്വാഭാവികമല്ലേ, നമുക്കും തോന്നും അതേ സംശയം. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല ഗുരു, എന്താണ് ഈ വ്യക്തിയുടെ ആത്മാവ്, എന്താണ് പ്രപഞ്ചത്തിന്റെ ആത്മാവ്, പിന്നെ ഇവര് രണ്ടും എങ്ങനെ ഒന്നാകും? ശരിയാണ്, നല്ല ചോദ്യങ്ങൾ. നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ആ വലിയ വാക്യം മനസ്സിലാക്കണമെങ്കിൽ അതിലെ ഓരോ വാക്കും എന്താണെന്ന് അറിയണം. അപ്പോൾ ഗുരു ആദ്യം വിശദീകരിക്കുന്നത് നീ എന്ന വാക്കാണ്. ശരിക്കും ആരാണീ നീ? നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം എന്താണ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ശരീരമാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഗ്രന്ഥം പറയുന്ന ഉത്തരം അല്ല എന്നാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു കുടം കാണുന്നു. ആ കുടം കാണുന്ന നമ്മൾ ആ കുടമാകുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ ശരീരത്തെയും അതിന്റെ മാറ്റങ്ങളെയും അറിയുന്ന നിങ്ങൾ ആ ശരീരത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ്. ശരീരം കാണപ്പെടുന്ന ഒരു വസ്തുവാണെങ്കിൽ നിങ്ങൾ അതിനെ കാണുന്ന ദൃഷ്ടാവാണ്. ശരി, ശരീരമല്ലെന്നു മനസ്സിലായി. ഇനി അടുത്ത ലെയർ നോക്കാം. ഉള്ളി പൊളിക്കുന്ന പോലെ. നിങ്ങൾ നിങ്ങളുടെ മനസ്സാണോ? അതായത് നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, അതൊക്കെയാണോ നിങ്ങൾ? അതിനും ഗ്രന്ഥം പറയുന്ന മറുപടി അല്ല എന്നാണ്. കാരണം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമൊക്കെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയല്ലേ. പക്ഷേ ഈ മാറ്റങ്ങളെയെല്ലാം അറിയുന്ന, ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന ഒന്ന് നിങ്ങളിൽ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോ ആരാണ് ഈ നീ എന്ന ചോദ്യത്തിന് ഉത്തരം പതിയെ തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ശരീരമല്ല, മനസ്സല്ല, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുമല്ല. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ മാത്രം. അതിനെയെല്ലാം അറിയുന്ന, അതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ഒരു മാറ്റവുമില്ലാത്ത ശുദ്ധമായ ബോധം, അതാണ് നിങ്ങൾ. കാണപ്പെടുന്ന വസ്തുവല്ല, ആ കാഴ്ചയെ സാധ്യമാക്കുന്ന പ്രകാശം, ആ ഒരു വിറ്റ്നസ്, അതാണ് യഥാർത്ഥ നീ. ഓക്കെ, അപ്പം നീ ആരാണെന്ന് നമുക്കൊരു ധാരണ കിട്ടി. ഇനി ആ സമവാക്യത്തിലെ മറ്റേ ഭാഗത്തേക്ക് പോകാം. നീ അതാകുന്നു എന്നതിൽ എന്താണ് ഈ അത്? അതായത് പ്രപഞ്ചത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ബ്രഹ്മം. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണമുണ്ട്. സങ്കൽപ്പിക്കുക, നിങ്ങൾ ഇരുട്ടത്ത് നടന്നു പോകുമ്പോൾ ഒരു കയറ് കണ്ട് പാമ്പാണെന്ന് പേടിക്കുന്നു. സത്യത്തിൽ അവിടെയുള്ളത് കയറ് മാത്രമാണ്. പാമ്പ് എന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കയറാണ് യാഥാർത്ഥ്യം, പാമ്പ് ഒരു തോന്നൽ മാത്രം. ഏകദേശം ഇതുപോലെയാണ് പരമമായ സത്യവും നമ്മൾ കാണുന്ന ഈ ലോകവും തമ്മിലുള്ള ബന്ധം. അപ്പോ എന്താണ് ഈ അത്? അതായത് ബ്രഹ്മം. അത് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാം അടിസ്ഥാനമാണ്. ഒന്നേ ഉള്ളൂ, അതിനെ വിഭജിക്കാൻ കഴിയില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും ഒടുവിലെ ലയനത്തിനും കാരണം അതുതന്നെയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് ശുദ്ധമായ ഉണ്മയാണ്, ശുദ്ധമായ അറിവാണ്, ശുദ്ധമായ ആനന്ദമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ പരമമായ യാഥാർത്ഥ്യം. ശരി, അപ്പോൾ നീ എന്നത് സാക്ഷിയായ ശുദ്ധബോധമാണെന്ന് നമ്മൾ കണ്ടു. അത് എന്നത് പ്രപഞ്ചത്തിന്റെ എല്ലാം അടിസ്ഥാനമായ പരമമായ ബോധമാണെന്നും കണ്ടു.
ഇനി ഈ രണ്ടും വെച്ചുകൊണ്ട് ഗുരുവിന്റെ ആ വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ എത്തുന്നത് ആ വലിയ വെളിപ്പെടുത്തലിലേക്കാണ്, നീ സമം അത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ സാക്ഷി, ആ ശുദ്ധമായ ബോധം, അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമമായ ബോധത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതൊരു കവിതയോ അലങ്കാരമോ അല്ല കേട്ടോ. ഗ്രന്ഥം അത് എടുത്തു പറയുന്നുണ്ട്. നീ, അത് എന്നീ വാക്കുകളുടെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കുമ്പോൾ അവ സൂചിപ്പിക്കുന്ന രണ്ടും തമ്മിൽ സമ്പൂർണമായ ഐക്യമുണ്ടെന്ന് വ്യക്തമാകും. ഇത് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. അവസാനം ഗുരു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുന്നു, ആരാണ് ഞാനെന്ന് ചോദിക്കുന്ന നീ ബ്രഹ്മം തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നതിന്റെ എല്ലാം സത്ത ഈ ഒരു വാക്യത്തിലുണ്ട്. വ്യക്തിബോധവും പ്രപഞ്ചബോധവും ഒന്നാണ്. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ടെന്താ കാര്യം? തുടക്കത്തിൽ ശിഷ്യൻ ചോദിച്ച ആ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം അതെങ്ങനെ ഈ അറിവിലൂടെ കിട്ടും? ഇതങ്ങനെ വെറുതെ വായിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. ഇത് അനുഭവിക്കാനുള്ളതാണ്. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു ഉറച്ച ബോധ്യത്തിലേക്കെത്താൻ ചില പടികളുണ്ട്. ഒന്നാമത്തേത് ആത്മനിയന്ത്രണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വരുതിയിലാക്കുക. 2 വിവേകം. സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയുക. മൂന്നാമതായി മോചനം വേണമെന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം. പിന്നെ ഞാൻ ബ്രഹ്മമാണ് എന്ന ഈ സത്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അതായത് നിങ്ങൾ ഈ പരിമിതമായ ശരീരമോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സോ അല്ല, മറിച്ച് അതിനെയെല്ലാം കവച്ചുവെക്കുന്ന മാറ്റമില്ലാത്ത ആനന്ദം നിറഞ്ഞ ആ ബോധം തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ദുരിതങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. നിങ്ങൾ അതിൽ നിന്നെല്ലാം സ്വതന്ത്രനാകുന്നു. ഇതാണ് യഥാർത്ഥ മോചനം. അപ്പോ ഈ പുരാതനമായ സംഭാഷണം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തിലാണ്. ആ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ശരീരമല്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ലെങ്കിൽ, നിങ്ങളുടെ വികാരങ്ങളുമല്ലെങ്കിൽ, പിന്നെ ആരാണ് നിങ്ങൾ?